ഹലോ ഫ്രണ്ട്സ്, RJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോഫ്റ്റായിട്ടുള്ള ഇഡലി റെസിപ്പിയാണ്. ഇതിനാവശ്യമായ ചേരുവകൾ ഞാനിവിടെ 2 കപ്പ് സാധാരണ പച്ചരി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി പച്ചരി ഉഴുന്ന് നമുക്ക് വെവ്വേറെ കുതിർക്കണം. ഇനി ഉഴുന്നിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചരി 3 പ്രാവശ്യം നല്ലതുപോലെ കഴുകാം. അതേപോലെ തന്നെ ഉഴുന്നും 3 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കാം. അങ്ങനെ 3 പ്രാവശ്യം കഴുകി ഇനി ഒരു 5 മണിക്കൂറിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം ആദ്യമേ നമുക്ക് ഉഴുന്നും ഉലുവയും അരച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ ബാച്ച് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉഴുന്ന്. ഇനി നമുക്കടുത്തത് പച്ചരി ഇതേപോലെ തന്നെ കുറച്ച് തരിയോടെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അരിമാവും ഉഴുന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് അവൽ എടുക്കാം. അവൽ നല്ലതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് കഴുകാം. കഴുകിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അതിൻ്റെ സോഫ്റ്റായിട്ടുള്ള അവലായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത്. നിങ്ങളുടെ ഹാർഡായിട്ടുള്ള അവലാണെങ്കിൽ ജസ്റ്റ് ഒരു 3 മണിക്കൂറൊന്ന് കുതിർത്തണേ, എന്നാലേ അത് അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി നമ്മുടെ അവലും അരിമാവും ഉഴുന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ എത്രത്തോളം ഇങ്ങനെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഇഡലി നല്ലതുപോലെ സോഫ്റ്റ് ആവും. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 9 മണിക്കൂർ വരെ പൊങ്ങാൻ വയ്ക്കാം. പിറ്റേ ദിവസം ഞാൻ രാവിലെ 9 മണിക്കൂറിന് ശേഷം തുറന്നപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു ഐസ്ക്രീം കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഇഡലി തട്ടിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് തടവി കൊടുക്കുന്നത്. നല്ലെണ്ണയോ നെണ്ണയോ നിങ്ങൾക്ക് തടവി കൊടുക്കാം. തടവിയതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ മാവ് ഇഡലി തട്ടിലേക്ക് കോരി ഒഴിക്കാം. ഇനി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. ഇനി നമുക്ക് ഇത് മൂടി വെച്ചൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഈ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലതുപോലെ പൊങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ രുചികരമായ സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് കഴിക്കുന്നത് സാമ്പാറും ചമ്മന്തിയുമായാണ്. താങ്ക് യു.